ഹലോ, കഴിഞ്ഞ മെയ് 3 ഞങ്ങളുടെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ, അതായത് എൻ്റെ അപ്പച്ചിയുടെ അനിയൻ്റെ മോനാണ്. അനിയൻ്റെ മൂത്ത മോൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വെച്ചായിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റ്. കാരണം പെൺകുട്ടി ഞങ്ങളുടെ ഇടവകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ആയിരുന്നു എൻഗേജ്മെൻറ്റൊക്കെ. ഞങ്ങൾ പേരക്കുട്ടികളിൽ ഏറ്റവും മൂത്ത ആളാണ് കേട്ടോ ബിബിൻ ചേട്ടാ. ബിബിൻ എന്നാണ് പേര്, ബിബി ചേട്ടാ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ പെൺകുട്ടിയുടെ പേര് ഗീതു എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ പെൺകുട്ടിയുടെ വീടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ ഹാളിലോട്ട് പോയി. പള്ളിയുടെ തൊട്ടരികിൽ തന്നെയായിരുന്നു പാരിഷ് ഹാൾ, അവിടെ തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ പള്ളിയിലത്തൊക്കെ കഴിഞ്ഞ് സ്റ്റേജിലൊക്കെ കയറി കഴിഞ്ഞിട്ട് തിരി തെളിയിക്കലും അതേപോലെ കേക്ക് കട്ടിങ് സെറിമണിയൊക്കെ ഉണ്ടല്ലോ. കേക്ക് കട്ടിങ് കഴിഞ്ഞ് ചെക്കനും പെണ്ണും കേക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നേരെ അവരുടെ ഗോഡ് പാരൻസിനും പിന്നെ പാരൻസിനൊക്കെ കേക്ക് കൊടുത്തു. അപ്പോൾ ഗീതു അങ്കിളിനും ആൻറ്റിക്കും അതേപോലെ ഉണ്ണി എന്ന് പറഞ്ഞാൽ അനിയനെയാണ് ഉണ്ണി എന്ന് വിളിക്കുന്നത്. നിബിൻ എന്നാണ് പേര്, ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഉണ്ണിക്കും എല്ലാവരും കേക്ക് കൊടുത്തു. അതേപോലെ ബിബിച്ചേട്ടൻ അതേപോലെ ഗീതുവിൻ്റെ പാരൻസിനും ഗീതുവിൻ്റെ അമ്മയ്ക്കും അതേപോലെ ഗോഡ് പാരൻസിനും എല്ലാവർക്കും ഒക്കെ കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഫോട്ടോ എടുക്കലായിരുന്നു. അപ്പോൾ അവിടെ ഓരോ ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനൊരു സാരി ആയിരുന്നു എടുത്തേച്ചത്. അത്യാവശ്യം ഒരു ഹെവി വർക്ക് വന്നിട്ടുള്ളൊരു സാരി ആയിരുന്നു. ഞാൻ ജയലക്ഷ്മിന്ന് എടുത്തായിരുന്നു ഈ സാരി. അത്യാവശ്യം നല്ല കല്ലിൻ്റെ വർക്കൊക്കെ ഉള്ള സാരി ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു നെക്ലസും ഒക്കെ ഇട്ടിട്ടാണ് പെയർ ചെയ്ത് വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ. ഒരു കണക്കിനാണ് ഇതൊക്കെ വലിച്ചു വാരി എടുത്ത് അന്ന് സമയത്തിന് എത്താൻ പറ്റിയത്. എൻഗേജ്മെൻറ്റ് സമയത്തിന് എത്തണമല്ലോ പള്ളിയിൽ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോഴേക്കും പരിപാടിയൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങി തുടങ്ങിയായിരുന്നു. ഫുഡ് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെഡ്ഡിങ് ജൂൺ 1 അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് പുറകെ വരാം. ബൈ.